ഹായ് ഗായ്സ്, ഇത് കുറേ നാൾ കൂടി ഒരു വ്ളോഗ് ഇടുവാണ് ഇന്ന് ഞങ്ങൾ കറങ്ങാൻ പോവാ 2 ഡേയ്സ്. ഇവിടെ ഇപ്പോൾ 1 വീക്ക് അവധിയാണ്. അപ്പം ഞങ്ങൾ ചുമ്മാ 2 ഡേയ്സ് എങ്ങോട്ടൊന്നില്ലാത്തൊരു യാത്ര. നിസ്വയാണ് ഡെസ്റ്റിനേഷൻ, പക്ഷെ എവിടെ എന്തോ ഒന്നും അറിയില്ല. ഞങ്ങൾ പോയി എല്ലായിടമൊക്കെ കണ്ട് അങ്ങനെ പോവാം. അപ്പം എങ്ങോട്ടാ പോണേ, എന്തൊക്കെ കാണണം ഒന്നും അറിയില്ല. നിസ്വേ പോകാമെന്ന് വിചാരിച്ചു. നിസ്വേ പോയിട്ട് അവിടെ എന്തൊക്കെയുണ്ടോ അതെല്ലാം കണ്ടേച്ച് വരാം. അപ്പോൾ 1 ഡേ പോയിട്ട് തിരിച്ചു വന്നാൽ നമുക്ക് ഫുൾ ട്രാവലിങ്ങും എല്ലാം ക്ഷീണമായിരിക്കും. അപ്പോൾ ഞങ്ങൾ അവിടെ ഒരു ദിവസം സ്റ്റേ ചെയ്ത് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞു. ഞാനും ഇമ്മൂസും അച്ചാച്ചയും പിന്നെ ഞങ്ങളുടെ ഒരു വേറൊരു ഫ്രണ്ടും ഫാമിലിയും ഉണ്ട്. അങ്ങനെ ഓക്കെ, അപ്പം ഞങ്ങളുടെ ജേർണി ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. ഇനി പോകുന്ന വഴിക്ക് ഒരു ഫാമിലീനെയും കൂടെ പിക്ക് ചെയ്യാനുണ്ട്. പിന്നെ ഞങ്ങളിപ്പം ലുലുവിൽ കയറും. ലുലു കയറി എന്തെങ്കിലും കഴിക്കണം, മേടിച്ചുകൊണ്ട് പോകാമെന്ന് വിചാരിച്ചു. അയ്യോ, എന്തൊക്കെയാ ഇമ്മ എന്തെങ്കിലും പറയും. ഇമ്മൂനെന്താ കഴിക്കാൻ വേണ്ട? ഇമ്മൂന് ഹംഗ്രി അല്ല, പക്ഷെ പോകുന്ന വഴിക്ക് ഹംഗ്രി വരും അല്ലേ? അപ്പൊ നമ്മളെന്തേലും മേടിക്കണ്ടേ, എന്നല്ലേ ആ ഹംഗ്രി. പിന്നെ പോകുന്ന വഴിക്കൊന്നും ചിലപ്പോൾ കടയൊന്നും തുറന്നിട്ടുണ്ടാവില്ല. കാര്യം ഇപ്പം ഇവിടെ ഈദ് ഹോളിഡേയ്സ് ആണ്. ചിലപ്പോൾ കട തുറന്നിട്ടുണ്ടാവില്ല, ചിലപ്പോൾ എല്ലാ കടയും തുറന്നിട്ടുണ്ടാവും, അറിയില്ല, നോക്കാം. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി, കണ്ടോ, ഒരു മനുഷ്യൻ പോലും ഇല്ല. അല്ലേലും ഇങ്ങനെയൊക്കെ തന്നെ ഇവിടെ. അങ്ങനെ വലിയ നമ്മൾ ഇങ്ങനെ റോഡിൽ ഒന്നും ആൾക്കാരൊന്നും നടക്കലൊക്കെ വളരെ റെയറാണ്. ഒന്നാമത് അങ്ങനെ ഞങ്ങൾ ലുലുവിൻ്റെ ഫ്രണ്ടിലെത്തി. ഞങ്ങൾ ഇനിയിപ്പോൾ എന്തെങ്കിലും മേടിച്ചുകൊണ്ട് പോകണം, അല്ലെങ്കിൽ നമ്മൾ പോകുന്ന വഴിക്കൊക്കെ കടയെല്ലാം ഓപ്പൺ ആണോ ഒന്നൊന്നും നമുക്കറിയത്തില്ല. അപ്പം നമ്മൾ തന്നെയാണ്, കുഴപ്പമില്ല, പിള്ളേരൊക്കെ ഉണ്ടല്ലോ. അപ്പം എന്തെങ്കിലുമൊക്കെ മേടിക്കണം, ജ്യൂസും പിന്നെ വെള്ളവും ചിപ്സും അങ്ങനെ എന്തെങ്കിലുമൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എന്തെങ്കിലും കഴിക്കുകയും വേണം. പോകുന്ന വഴിക്ക് കടകളൊക്കെ ഓപ്പൺ ആണോന്നൊന്നും അറിയത്തില്ല, ഇപ്പം ഈദ് ഹോളിഡേ ആയതുകൊണ്ട്. ഓക്കേ, ഓൾറെഡി ഇതെടുത്തു. അത് വേണേ എടുക്കുക. ഓ പിന്നെ എന്നിട്ട് നീ പൊന്നിന് കൊടുക്കും കുറെ. എന്നെത്രയാ? ഞങ്ങൾ ഷോപ്പൊക്കെ ചെയ്തു, ഞങ്ങൾ തിരിച്ചു പോവാം. ഇനി ഇതെല്ലാം കാറിൽ കയറ്റണം, പിന്നെ ഒരു ബ്രെഡും മേടിക്കണം. എന്നിട്ട് അവരെ പിക്ക് ചെയ്തിട്ട് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യും. ഇമ്മൂസ് ഭയങ്കര ത്രില്ലിലാണ്. ഭയങ്കര വെയില, അറിയത്തില്ല എങ്ങനെയായിരിക്കുമെന്ന്. സൺസ്ക്രീനൊക്കെ പൊത്തിയാ ഇറങ്ങിയേക്കുന്ന എല്ലാവരും, പക്ഷെ ഭയങ്കര വെയില. എവിടെയാ നമ്മൾ കാറ് നിർത്തിയേ? ഞങ്ങൾ കുറച്ച് ഫുഡൊക്കെ മേടിച്ചു ഇപ്പം തൽക്കാലം കഴിക്കാനായിട്ട്. അങ്ങനെ ഉണ്ടല്ലോ, ടേസ്റ്റി. മനസ്സിൽ നോക്കട്ടെ നമ്മ. എന്താ ചെറുതൊന്നത് ഇത് നല്ലോണം ചൂടാക്കിയവര്. ഒന്ന് വരുന്നായിരുന്നോ? ചിക്കൻ റിയാസോ റോൾ. കേട്ടോടാ,
മേടിച്ച് കഴിക്കാനുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ പോകുന്ന കഴിക്കും ഇനി കട ഉണ്ടാവുമോന്ന് അറിയില്ല. രാവിലെ ഉച്ചയാകുമ്പോൾ കാണും, പക്ഷെ രാവിലെ ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യത കുറവാണ്. നിന്റെ വീഡിയോ എടുക്കുന്നത് എങ്ങനെയാണ് തിന്നുന്നത്? എങ്ങനെ തിന്ന വേണ്ടാന്ന് തോന്നണു കേട്ടോ. ഇന്ന് പിന്നെ ബർഗർ പൊന്ന ഉടുപ്പിലാക്കല്ല ഉടുപ്പിലാക്കല്ല ഞാനിത് എത്ര എഡിറ്റ് ചെയ്തിടുമെന്ന് എനിക്കറിയില്ല. എത്ര ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും? ഇമ്മു ശരിക്കും പറയൂടി ഓരോന്നൊക്കെ ഇങ്ങനെ നല്ല മിടുക്കനായിട്ട് പറയും. പൊന്ന എന്തോ കഴിക്കുന്ന പൊന്ന സാധനത്തിന്റെ പേര് പറ. പോകുന്നേ എന്തൊരു വലിയ മലയല്ലേ, എന്തൊരു പൊക്കമാരി കഴിഞ്ഞല്ലേ. ഒരു മനുഷ്യനുണ്ടോ നോക്കി ഈ വഴിക്ക്. ഞാൻ പറഞ്ഞു കട്ട് ചെയ്തു. ഇനി പറയല്ലേ, വീഡിയോ എടുത്തോണ്ടിരിക്കുവോ? എവിടെ അച്ചാച്ചാ? ഇവിടെ നമ്മള് വന്നിട്ടില്ല അച്ചാച്ചാ. തീർന്നടി ഇന്ന്. ഇനി ഇവിടെ ഫുള്ള് ഇന്ന് അച്ചാ നമ്മളിവിടെ വന്നിട്ടില്ലേ അച്ചാച്ചാ? ഒന്ന് ചോദിക്കട്ടെ അച്ചാച്ചാ, ഞങ്ങളുടെ സന്തോഷത്തിന് ചോദിക്ക. ആ പൊടിമീൻ എടുത്തേ. കാണാൻ പറ്റൂല ഒരുണ്ട് എന്തോ യമൻ എന്നാണ് പറഞ്ഞേക്കുന്നത്. എനിക്ക് അപ്പളേ തോന്നി ആനുവണ്ടി ഇളിഞ്ഞ മോന്ത വഴി തെറ്റിയില്ലേ. അന്ന് ഇവര് രണ്ടുപേരും ഒന്ന് ഇറക്കി കാണിക്കാ ചാച്ചാ. അയിമു ആ വഴി ഇറങ്ങിക്കോ. ചെല്ല ഡാഡാ ആ വഴി ഇറങ്ങ, ആ വഴി ഇറങ്ങ, ആ വഴി ഇറങ്ങടാ, ആ വഴി ഇറങ്ങി മുക്കുട്ടാ. അച്ചാച്ച അയിമൂനെ പിടിക്ക. അയ്യോ എടുക്കാൻ പറ്റുമോ? അതൊക്കെ എടുക്കും, നമുക്കും ഇറങ്ങാം. കാല് നിർത്താലോ, എത്ര നേരമായിരിക്കുന്നു. ആണോ? ആ ശരി. എവിടെ പൊടിമീൻ? എവിടെ? കുന്തവാ കണ്ണു തുറന്നു നോക്കാം. അങ്ങോട്ട് ഓടി പോകുന്ന കാണുന്നില്ല. ഞാൻ കാണുന്നില്ല ഒന്നിനെ. കാണുന്നുണ്ട് പൊന്ന പൊന്ന ഫിഷിനെ കണ്ടോ? അതാണ്ടേ താണ്ടേ താണ്ടേ. അപ്പൊ പുള്ളിനെ എവിടെ ഇരുത്തും? അല്ല പുള്ളി ഇരുത്തല്ല, വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പുള്ളി വണ്ടി കൊണ്ട് നമ്മളെ കൊണ്ടാക്കാം. അയാളുടെ വണ്ടിയിലോ? അങ്ങനല്ല, പുള്ളി അങ്ങോട്ടല്ല പോണത്, നമ്മളാക്കാം. കാരണം ഇതിങ്ങനെ ഭയങ്കര ഇങ്ങനെയുള്ള വഴിയാണെന്ന് തോന്നുന്നു. ഇതൊരു പോകത്തില്ലേ? ഇങ്ങോട്ട് വാ മുക്കുട്ട. ആ അങ്കിള് പോട്ടെ. വണ്ടി മാറ്റിരണോ? ഇതെന്തോ നോക്കൂട്ടെ ഇവിടെ വെള്ളം. ഇനി വേറെ സ്ഥലത്ത് പോകുമ്പോ ഒത്തിരി വെള്ളമുണ്ട്. ഇത് ഇച്ചിരി വെള്ളമല്ലേ ഉള്ളു. കാല് നനയ്ക്കണോ ഇമ്മക്കുട്ടനെ? കാല് നനയ്ക്കണോ? അവളതിനകത്തോട്ട് ഇറക്കി നിർത്തച്ച. അവളിപ്പ ഇറങ്ങും, നോക്കിക്കോ. നീ ഇറങ്ങിക്കോ, പൊന്നനിപ്പ ഇറങ്ങാം.
ആ, ദേ, ദേ. അവള് കാലേ ഇവിടെ വാടാ. നല്ല രസമല്ലേ ഇത് കാണാൻ. ഷൂ ഇട്ടിട്ടില്ലായിരുന്നെങ്കിൽ ഊരായിരുന്നു. ഇവിടെ കണ്ടു, ഞാൻ കണ്ടു. കണ്ടോ? കണ്ടു, ഞാൻ കണ്ടു. ഇവിടെ പോവാ. ഒരു മീൻ ഇവിടെ വേദന. അതാ ഞാൻ ആ സീറ്റില് ആ കുഷീനിലല്ലേ അനുപേട്ടൻ ഇരിക്കണേ. ആ, ഭയങ്കര കുഴിയാ. ഇതല്ലേ ഞങ്ങള് കയ്യുണ്ണിയം എന്നാ പറയുന്നത്. തലേപ്പറ്റ. ആ, തലപ്പരട്ട. ഇതാണ് മുയൽ ചെവി. മുക്കോട്ടെ വീഴും. ഡ്രാഗൺ ഫ്ലൈ. ഊതടാ കൂട്ടാ. ഊതാനാടാ പറയുന്നേ. എന്ത് വരാനാ, അതിനെ പിടിച്ചോ. ഞങ്ങൾ ഇവിടെ നിന്ന് ഞങ്ങൾക്ക് വഴി അറിയത്തില്ല. അപ്പം ഒരു ചേട്ടൻ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളങ്ങനെ ആ ചേട്ടൻ ഫ്രണ്ടിൽ പോവും, ഞങ്ങൾ പുറകിൽ വരും. അങ്ങനെ ഞങ്ങൾ പോകാൻ തുടങ്ങും. ഭയങ്കര വെയിലായി, എങ്കിലും പോവാം. ഓക്കെ. അല്ല, അത് ആ വഴിയൊക്കെ എടുക്കണ്ടേ? പക്ഷെ ഈ വഴി നമ്മൾ അന്ന് എന്നടി കൊറിയാട്ടാമോ പോയ വഴി പോലെ തന്നെ ഉണ്ട്. ഞാൻ വീഡിയോ എടുത്തേ, പറയട്ടെ, സംസാരിക്കട്ടെ. സംസാരിച്ചു. ഹലോ ഗായ്സ്. നമ്മൾ വളരെ ദുർഘടം പിടിച്ച പാതയിലൂടെയാണ് പോകുന്നത്. നമ്മൾക്ക് വഴികാട്ടിയായിട്ട് ഒരു ഒമാനി സഹോദരൻ നമുക്ക് മുമ്പിൽ വണ്ടി ഓടിച്ചു പോവുകയാണ്. ഒമാനിൽ മാത്രം കണ്ടുവരുന്ന ഒരു വിശേഷണമാണ് ഒമാനികൾ നമ്മളെ ഏത് അവസ്ഥയിൽ വേണമെങ്കിലും ഹെൽപ്പ് ചെയ്യും. പുള്ളിയുടെ വീട് വേറൊരു വഴിക്കാണെങ്കിലും നമുക്ക് വേണ്ടി പുള്ളി വണ്ടി ഓടിച്ച് നമുക്ക് വഴി കാണിച്ചു തരികയാണ് സുഹൃത്തുക്കളെ. തിരിച്ചു പോവേ. കണ്ടോ, ഇതാണ് വില്ലേജിന്റെ എൻട്രൻസ് ആണ്. അതാണ്. നീ തിരിച്ചൊരു വടി അടിച്ചോ. നല്ല എല്ലേ കടിക്കാം. നിന്നെപ്പോൾ ഫ്ലഷ് ഉള്ള നല്ല എല്ലും. നീ ഒന്ന് നോക്കിണ്ട. നീ ഒളിഞ്ഞു പൊട്ടി വണ്ടിയാണ് കിട്ടിയത്. ഒരാൾ വന്നായിരിക്കും, കാണാൻ വന്നായിരിക്കും കേട്ടോ. ഇയാൾക്ക് ചിലപ്പോ കൂടുതൽ അറിയായിരിക്കുവേ. ഇയാൾക്ക് നമ്മള് ടൂറിസ്റ്റ് പൈസ കൊടുക്കണോ? ഗൈഡല്ലേ, പിന്നെ പൈസ കൊടുക്കണ്ടേ? ഇന്നത്തെ ഫുൾ ചെലവ് ജുട്ട് വകയാണ്. യൂട്യൂബ് തുടങ്ങിയിട്ട് ചിലവ്. ജുട്ടിക്ക് 25 നിന്ന് 50 ഇതാക്കി തരും സബ്സ്ക്രൈബേഴ്സ്. ഇന്നത്തെ ചെലവ് മാത്രം നോക്കിയാൽ മതി. അങ്ങനെയുള്ള പുള്ളി 1000 സബ്സ്ക്രൈബേഴ്സിന് ആക്കി തരും. പുള്ളി 1000 ഉണ്ട് തുടങ്ങും. ഉള്ളത് ചാർജ് ചെയ്യാൻ പറ്റില്ല. പണ്ടത്തെ യമനിൽ ഒമാനിലേക്ക് കുടിയേറിയ ആളുകളുടെ അവശേഷിപ്പുകളാണ് ഈ കെട്ടിടങ്ങൾ. മണ്ണുകൊണ്ട് നിർമ്മിച്ച 1520. വാതിലിനൊക്കെ പെണ്ണുങ്ങളുടെ വാതിലാണോ ആരും കാണാണ്ടിരിക്കാൻ വേണ്ടി ചെറിയൊരു
ഇതെന്താ യമൻ ആൾക്കാരായിരുന്നു ഇവിടെ താമസിച്ചോണ്ടിരുന്നേ? യമനിൽ നിന്ന് ഇവിടെ കുടിയേറിയ ആളുകളാണ്. അവരിപ്പോ ഇവിടുത്തേരായ അതൊന്നും നമുക്കറിയില്ല. പക്ഷെ ഇവിടെ നല്ല വീടുകളും ഉണ്ടല്ലോ ഇഷ്ടംപോലെ. അതവര് കാശായപ്പോ അവര് വേറെ നല്ല വീട് വെച്ചു. അപ്പൊ നിങ്ങള് പണ്ട് താമസിച്ച വീട്ടിലാണ് ഇപ്പൊ താമസിക്കുന്നത്? നിങ്ങൾ കൂടുതൽ താമസിച്ചുകൊണ്ടിരുന്നു ഇപ്പൊ കൊട്ടാരത്തിൽ താമസിച്ചു. ഞാൻ കുടിലൊന്നും താമസിച്ചിട്ടില്ല. ഞാൻ അന്നും ഇന്നും നല്ല വീട്ടിലാണ് താമസിച്ചേക്കുന്നത്. പുള്ളി ഓക്കെ പറയാം. താങ്ക് യു പറഞ്ഞേക്കും. ശുക്രൻ ഹബീബി പറഞ്ഞേക്കും. That side. Okay, okay. All this area. Okay, thank you so much. What's your name? Yahya. Yahya. Thank you so much. നമുക്ക് ഡോർ അവിടെ നിന്നാണ്. അപ്പൊ നമുക്ക് ഇനി ഇതിന്റെ അകത്തോടെയൊക്കെ നടക്കണോ? നടക്കണമെന്നൊന്നുമില്ല, വേണേ ഉരുളാം. നമുക്ക് ഇവിടെ നിന്നൊരു ഫോട്ടോ എടുക്കണേ. വേണ്ട, വരുമ്പോ തിരിച്ചു വരുമ്പോ എടുത്താൽ മതി. ആ വഴി അറിയത്തില്ല ഇങ്ങോട്ട് പോകണം. അല്ല, അതിന് നമ്മള് വീഡിയോ എടുത്തിട്ടുണ്ടല്ലോ അച്ഛാ. പിന്നെ ഈ വീഡിയോ മൊത്തം നമ്മളിത് കാണണ്ടേ? ഇവിടെ മഴയില്ലാത്തോണ്ട് കുഴപ്പമില്ല, മണ്ണ് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലാണ് ഇതെല്ലാം കൂടെ ഒഴുകിപ്പോവില്ലേ? ഇതായിരിക്കും എൻട്രി, ഇങ്ങോട്ടായിരിക്കും. ഹാരത്തൽ നമ്മളങ്ങനെ ഹാരത്തൽ യമനിൽ എത്തിയിരിക്കുകയാണ്. ദ ഹിസ്റ്ററി ഇസ് ദ അങ്ങോട്ട് കയറ്റിട്ടോ. ഇവിടെ ആരും ഇല്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. ഉണ്ടാവും എന്റെ മനുഷ്യ. ഇപ്പൊ എല്ലാ ടൂറിസ്റ്റ് കേന്ദ്രത്തിലും പൈസ ഉണ്ട്. ഇത് ക്ലോസ് ചെയ്യട്ടെ? ഇത് ഓൾറെഡി ക്ലോസ് ആണല്ലോ. ഇല്ല. ഇതാ നമ്മുടെ യൂട്യൂബർ പുറത്തിറങ്ങുകയാണ്. യൂട്യൂബറാണ് ഞങ്ങളെ സഹോദര യൂട്യൂബർ. എടി ഇതൊന്നും ഓൺ ചെയ്തിട്ട് ഓണായിരുന്നു. അതെന്റെ അത് ഇമ്മൂസിന്റെ രണ്ടും തന്നേരെ. ഇമ്മൂന്റെ എന്റെ തന്നേരെ. അച്ചാച്ച ഡിക്കി ഒന്ന് ഓർന്ന് എന്റെ തൊപ്പി എടുത്ത് വെക്കട്ടെ. അത് വെയിലടിച്ച് ഞാൻ ചാവും. ഇമ്മൂന്റെ തൊപ്പി എടുത്തോട്ടോ. എല്ലാം ഉണ്ട്. പൊന്നപ്പന്റെ ഉണ്ട് ഇവിടെ. പൊന്നപ്പന് ഇമ്മൂന്റെ തൊപ്പി, പൊന്നപ്പന് ഗ്ലാസ്. ഇമ്മൂന്റെ തൊപ്പി എന്തിയാ അച്ചാ? ഈ പുറകെ ഇരിക്കുന്നു ഇമ്മൂന്റെ തൊപ്പി. ദേ ഇരിക്കുന്നു. ഹായ് ബ്രോ. ഓ എനിക്ക് വയ്യ. സൂപ്പർ. നമ്മള് സെയിം. ഞങ്ങൾ അങ്ങനെ യമന്റെ ഇതിൽ വന്നേക്കുവാ. സ്വിമ്മിംഗ് പൂള് നമ്മൾ ഹോട്ടലിൽ എത്തിയില്ലല്ലോ. ഇതൊക്കെ കണ്ടിട്ട് പതുക്കെ നമ്മൾ ഹോട്ടലിൽ പോകത്തുള്ളൂ. ഓ എന്റെ അമ്മ ഇത് നോക്കടി. ഓ പേടിയാവുന്നു. അതുപോലെ ഉണ്ട് രാജസ്ഥാനിലല്ലേ അങ്ങനെയുള്ള ഇവിടെ. രാജസ്ഥാനിലുള്ളത് അവിടെ പകല് മാത്രം പോകും, രാത്രി പതുക്കെ പോ. ഇത് എന്തോ ഇത് ഓരോ വീടായിരുന്നു. ഇത് നോക്കടി സ്റ്റെപ്പൊക്കെ കയറി മേളിൽ പോ. 2 നിലയൊക്കെ പണിത് വെച്ചിട്ട് പണ്ടൊക്കെ 2 നിലയുള്ള വീടെന്ന് പറഞ്ഞു. ഇതായിരുന്നായിരിക്കും. ഓ എന്റെ അമ്മ പേടിയാണ്. സൗണ്ട് കേൾക്കും. സൗണ്ട് കേൾക്കും. ഞങ്ങളിവിടെ പല കാര്യങ്ങളും പറയും. അത് മ്യൂട്ട് ചെയ്ത് വിടാം. എല്ലാം മ്യൂട്ട് ഉണ്ട്. അനുപേട്ട ഫാദർ അനുപേട്ടന്റെ ആദ്യത്തെ ഒരു ഇതുണ്ട് ഫുൾ പി.
നോക്കടോ ഇത് ഇതിനകത്ത് എന്റെ ഭർത്താവിന്റെ അനുബന്ധ സൗണ്ട് കേൾക്കുമ്പോൾ നിങ്ങളെല്ലാം ചെവി പൊത്തിപ്പിടുത്തുക. ഇത് കയറ്റിയിട്ട് ഇത് ചെയ്യും. ഈ കെട്ടിടത്തിലെല്ലാം പൊളിഞ്ഞു വീഴാതിരിക്കാൻ വേണ്ടിട്ടേ. അച്ഛൻ മോളം പിടിച്ചോട്ടാ. അമ്മക്ക് വീടെന്ന് വെച്ചാൽ അലർജിയാണ്. നോക്ക് കമ്പി കുത്തി കയറ്റി വെച്ചിട്ടുള്ളതാണ്. അത് തകരാതിരിക്കാൻ വേണ്ടി ആ ശരി, അങ്ങനെയുണ്ട്. കമ്പി കുത്തി ബലപ്പെടുത്തും. പ്രേതത്തിന്റെ വീട് അമ്മക്കുട്ടാ. അല്ല മോനെ, നമുക്ക് അധികം ദൂരം പോകണ്ട കേട്ടോ. അതിന് അധികം ദൂരം പോകേണ്ട വരില്ല. തിരിച്ചിറങ്ങി ബാധ്യത താഴെ വീഴും. എന്നാ ഇത്രയൊക്കെ പോയാൽ മതി. ഇതെല്ലാം ഇതുപോലെ ഒരു തന്നെ. മലയുടെ മുകളിൽ കയറി നിന്നിട്ട് നോക്കാം. അത് അവിടെ വരെ പോകാം. അവിടെ വരെ ഉള്ളു. ഇല്ല മനുഷ്യ അവിടെ വരെ ഉള്ളു മനുഷ്യർ. എന്നെ ഒന്ന് എടുത്ത് വെച്ചാൽ സൈഡിൽ കൂടെ നോക്കണം. ഇതിൽ പോകണ്ട. This is somebody's house. Somebody's old house. This is like a maze. നല്ല വീടാ, വാ. ഈ വീട് നമുക്ക് എടുക്കാം. ഈ വീടൊന്ന് നോക്കാം. ഇത് വാതിലുണ്ട്. എന്ത് കുഞ്ഞാണ്. പണ്ടത്തെ വീട് പക്ഷെ ഈ വീട്ടിലൊന്നും ചൂടുണ്ടാവില്ല കേട്ടോ. എത്ര വെയിലാണെങ്കിൽ നമ്മുടെ കൈ പിടിച്ചോ ഉണ്ണി. പൊടി അലർജി ഉള്ളതുകൊണ്ട് ഇവിടെ നല്ലോണം ഇരിപ്പുണ്ട് ഈ സ്ഥലമൊക്കെ. ശരി, ഇതിനകത്ത് ചൂട്. ഇത് അടുപ്പാണ്. എന്തൊക്കെ ആണത് തീട്ട് കത്തിക്കുന്നില്ല. അത് വേറെ സ്ഥലമാ. കേറണ്ട 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 ഇമ്മ കേറണ്ട. ഇവിടെ സ്കിഡാവും. മാറ്. ഡാടതാണ്ട് ഇവിടെ ഫുള്ള് കവറാകും. മലയാളി ഇവിടെ 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 നല്ല ഫുള്ള് വ്യൂ ആ. കംപ്ലീറ്റ് വ്യൂ ഇവിടെ കിട്ടും. നോക്ക്. ആ അതെ, സൂപ്പർ ഇട്ടാ. വാ എടോ, ഇവിടെ കയറി വാ. പിള്ളേരെ കയറ്റണ്ട. ഒരാള് കയറി ഇറങ്ങാം. പിന്നെ അടുത്ത ആള്. കാരണം നിങ്ങൾ വേറെ എവിടെയും പോകണ്ട. ഇത് നല്ല വ്യൂ ആ. സൈറ്റ് വന്നു. വാ പിള്ളേരെ ഇതിന്റെ മുകളിൽ താഴെ വീഴും. സൂക്ഷിച്ചേ. കൈ 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 കൈതാ. നമ്മൾ വേറെ എവിടെയും പോകണ്ട. നല്ല രസമുണ്ട്. ഇവിടെ നിന്നൊരു ഫോട്ടോ എടുക്കാം. കൂര മീൻസ് ഈ പട്ട പോലെ ഇട്ടിട്ട് കണ്ടതുണ്ടോ, പനയുടെ തടി ഇട്ടിട്ട് ഇതാണ് മൂൾ ഭാഗം. ആയ് ഒത്തിരി മഴപരി. ഒരെണ്ണം പറിക്കാൻ സമ്മതിക്കാം അവരെ. പറിക്കാൻ സമ്മതിക്കാം. നിക്ക് വെയിറ്റ് ചെയ്യുമോ? കണ്ടോ ഇഷ്ടം പോലെ മൾബറി. അയ്യോ, എന്തെങ്കിലും ഒരു കവർ ഉണ്ടെങ്കിൽ എടുക്കാറുന്നല്ലേ. വണ്ടിയുടെ പുറകിലുണ്ടല്ലോ. യെസ്, എന്റെ കയ്യിലെടുത്തോ. എടി ഒരു കവർ എടുത്ത് തന്നേടി അവിടുന്ന്. ആ പൊറ ഇഷ്ടം പോലെ ഉണ്ട്. ലേലുവല്ലോ ലേലുവല്ലോ എന്ന് പറഞ്ഞിട്ട് ഇതിലിട്. സ്ട്രോബെറി അല്ലേടി പൊന്നത്. നമ്മളടുത്തത് ഇവിടെ ഒരു മ്യൂസിയത്തിലാണ് വന്നേക്കുന്നേ. നമ്മൾ എൻട്രി ചെയ്യുന്നു. ലഞ്ചൊക്കെ കഴിച്ചു. ലഞ്ചൊക്കെ വളരെ മോശമായിരുന്നു. ഇന്ന് എല്ലായിടത്തും തിരക്കായതുകൊണ്ട് നല്ല ലഞ്ചൊന്നും കിട്ടിയില്ല. പന്ന ലഞ്ചായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ ഇങ്ങനെ മ്യൂസിയത്തിലോട്ട് പോവാണ്. ഓ, നല്ല ക്യൂ ഉണ്ടെന്ന് തോന്നുന്നു അവിടെ.
ഫോട്ടോ എടുക്കും, ഫോട്ടോ അവരുടെ. പോലെ കേറിപ്പോയ പിന്നെ ഇറക്കി വിടത്തില്ല. ഇങ്ങോട്ട് വാ. ഓ, നല്ല പള്ളിയിലൊക്കെ ഇരിക്കുന്ന ഒരു സുഖമല്ലേ. നമ്മളീ പള്ളിക്കകത്തൊക്കെ കേറിയപ്പോ തൊട്ട് സ്വിമ്മിംഗ് പൂൾ എന്ന് പറഞ്ഞേ. നമ്മൾ ഇതിൻ്റെ അകത്ത് എൻട്രി ചെയ്തു. ഇനി ഇതിന് എൻട്രി ഫീസും ഉണ്ട്. അത്രയാണെന്ന് അവിടെ ചെന്നാലേ അറിയാൻ പറ്റത്തുള്ളൂ. തലയെടുത്തു ബാബാ. ഒന്നൂസാനി മൂസ് നിക്ക്, രണ്ടുപേരും നിക്ക്, രണ്ടുപേരും പോസ് ചെയ്ത് നിക്ക്. പൊന്നൂസി മൂസ് നിക്കണോക്ക്, റെഡി, പോസ് ചെയ്ത് നിക്കണോക്ക്. പൊന്നു ഇമ്മ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങോട്ട് മാറും. എന്തെന്നാ ഡാർക്ക് സൈറ്റ് ഇന്ത്യൻ ഇനി മുന്നോട്ട് നാട്ടിലാൽ എവിടെയാ നാടെന്ന് വെച്ചാൽ എൻ്റെ വീട് മസ്കറ്റാന്ന് പറയും. എനിക്കല്ല നമ്മുടെ വീട്ടിൽ പോകണ്ടേ. ആദ്യം ഞങ്ങൾ ഇവിടെ വന്നില്ലേ രണ്ടാമത്. അപ്പോൾ മുസറ കേട്ടോ നമ്മുടെ ലാഡോട് വീട്ടിൽ കൊണ്ടുപോകാൻ പറയാ. നിങ്ങളുടെ താഴത്തെ വീടില്ലേ അത്. ഗാലറി നോക്കട്ടെ. ആ, ഇതാണ് ഇവരുടെ തൊപ്പിയല്ലേ ഇത്. ഇമ്മുസേ പൊന്നേന്തിയെ ഇതെനിക്ക് തോന്നണ തൊട്ട് വായിക്കാനാന്ന് തോന്നണു. ഈ കണ്ണ് കാണാത്തവർക്കൊക്കെ. പൊന്ന ഓടി ഓടി പോവരുത്, നമുക്കറിയാത്ത സ്ഥലമാണ് കേട്ടോ. എമ്മ കേറിക്ക കേവില്. ഓ, ഇമ്മും പൊന്നും കേവില്. അമ്മോ, ഇത് എവിടെയാ? അയ്യോ പേടിയാവുന്നേ. ഓടി രക്ഷോട്. വീഡിയോയാ എടുക്കുന്നേ മമ്മ. ഓടിച്ചല്ലോ രണ്ടുപേരും. വാ അടുത്തത് വരുവേ. നല്ല രസമുണ്ട് ഇത്. ശരിക്കും ഒരു റിയൽ സ്ഥലത്ത് നിൽക്കുന്ന പോലെ തോന്നുന്നവർക്ക്. വാ നമ്മളീ കുഴി ചെന്ന് ചാടിയോ? അമ്മേ, ഇതിൻ്റെ അകത്ത് നിൽക്കാൻ നല്ല രസമാണേ. ഇതെന്തോ ഇമ്മുത് അല്ല, ഇതെന്തോ പൊന്ന? ഇത് സ്പൈഡർമാൻ ആണോ? ഇതെന്തുവാ? ബാറ്റ്. ഇതെന്തുവാ? ഫിഷ്.
ഇത് കാണാനില്ല പക്ഷേ അല്ലേ എൻ്റെ ഒരു ഫോട്ടോ എടുത്താൽ മനുഷ്യ എൻ്റെ ഒരു ഫോട്ടോ എടുത്തു. ഫോട്ടോയിൽ കാണിച്ച സാധനമാണോ ഇത്? സൈറ്റ് പറയുന്ന ഫോട്ടോയിൽ കാണിച്ചാൽ അമ്മയുള്ളത്. നമ്മൾ അങ്ങോട്ട് പിങ്കില് അനുപേട്ടാ ഇന്നലെ നേരിട്ട് കാണുന്നത് ഇതാ പിങ്കിലേക്ക്. നോക്കാതോ അത് സാധാരണ ഇതേ എടുത്തില്ലല്ലോ. നമുക്ക് ഇതിന്റെ മണ്ടേ കൂടെ നടക്കാവോ? ധനു നോക്കിയ ചേച്ചാ, സൂപ്പർ. ജയിനൊരു കുഞ്ഞാവുണ്ടായി അങ്ങനെ ഇരിക്കും. ഇവരതിൻ്റെ അടുത്തുനിന്ന് മറന്നില്ല കേട്ടോ. ഇമ്മോ അത് പൊട്ടും പതുക്കെ. പേടിച്ചു പേടിച്ചാ നടക്കണ പാവം. ഇത് ഇലയല്ലേ? Galing? Nabasan nga yung meteorites dito. Pinoy first na meteorite. ഇതെന്താ ഇത്? ഇതെന്താടി? ടൈമർ അല്ല. പാല് ഇതിന് നടക്കുന്ന പാല. മാഗ്നൈറ്റ് പെട്രിഫൈഡ് വുഡ് നടക്കുന്ന സാധനം. Size of the piece of petrification. Tell us about the time.
വായിക്കാൻ പറ്റുന്നത് അല്ലേ? ഇത് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുമോന്ന് അറിയത്തില്ലല്ലോടി. ഓരോ ലെയർ അല്ലേ? പൊന്നം വരും. ഓടരുതേ, ഡാഡ എവിടെയാന്നൊന്നും അമ്മയ്ക്ക് അറിയത്തില്ല. ഇത് നോക്കടി, അസ്ഥികൂടമൊക്കെ കിടക്കുന്നുണ്ട്. പോയി നോക്കിയോ ഡാഡ എവിടെ ഉണ്ടോന്ന്. അവിടെ പോയി നോക്ക. ഇമ്മോ അവിടെ പോയി നോക്ക ഡാഡ ഉണ്ട്. ഓ മൈ ഗോഡ്, ഇത് കണ്ടോ? സ്കെൽറ്റൻ കിടക്കുന്ന കണ്ടോ? ഇവരിതൊക്കെ എത്ര ഇതായിട്ടാ കൊണ്ട് കിടക്കുന്നത് അല്ലേ? മീൻ്റെ മുള്ള്. ഇത് കണ്ട സൈത്ത് ഇനി കുറേ നേരം ഇവിടെ നിൽക്കും. Turtle head fish spherical stones probably symbolizing turtle eggs have also been found. Contain clues about jewelry they wore, the food they eat and their different. ഹായ് 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 പൊന്ന. ഹായ്, ഞാൻ നടക്കാവേ. പിടിച്ചേടി ഞാൻ നടക്കാം. മൂസ് എവിടെ? അല്ലേ ഇതൊക്കെ റാസല. ഇത് എന്തെങ്കിലും ഒക്കെ തോലായിരിക്കൂലേ? പൊന്ന അകത്ത് കയറണ്ട പൊന്ന. ഇവിടെ വാ പൊന്ന. അമ്പാണോ ഇത്? എന്താ പൊന്ന? കൊമ്പ. ആ ഇമ്മു പോയി ചെയ്യാ. അവിടെ 3 പ്ലേസ് ഉണ്ടല്ലോ, അവിടെ പോയി ചെയ്യാ. പണ്ടത്തെ മാപ്പ് ജർമ്മൻ ലാംഗ്വേജിലാണ്. ഉണ്ടാക്കി വെച്ചേക്കുന്ന കേട്ടോ. ഇത് നൈസായിട്ടല്ലേ, ശരിക്കും അടിപൊളിയായിട്ടുണ്ട് ഇവർ. ഇത് ഒരാൾക്ക് 2 റിയാലേ ഉള്ളൂ. അതായത് നമ്മുടെ ഇന്ത്യൻ റുപ്പി ഒരു 400 സംതിങ് വരും. പക്ഷെ അതിന് നല്ല വർത്താണിത്. കാര്യം ഒത്തിരി സാധനങ്ങൾ കാണാം, ഒത്തിരി കാര്യങ്ങൾ. ഞാൻ കുറച്ചൊക്കെ വീഡിയോ എടുത്തിട്ട് വരുള്ളൂ, ഇനി ഒത്തിരി ഉണ്ട് ഇതിനകത്ത്.
മമ്മ ഈ വീഡിയോസ് എടുക്കട്ടെ. ഒത്തിരിയുണ്ട്. നമ്മളിങ്ങനെ കണ്ടാലും മതി. പക്ഷെ അവരത് കീപ്പ് ചെയ്തേക്കുന്നത് നന്നായിട്ടുണ്ട്. നല്ല വൃത്തിക്ക് സൂപ്പറായിട്ടുണ്ട്. ഡാഡ എന്ത് ഇതൊക്കെ എനിക്ക് വാതിലാണ് അന്നത്തെ മെയിൻ വാതിൽ. ഇമ്മ ഇവിടെ ഉണ്ട്. പൊന്നനെന്തേ? ഇന്ന് ഫുള്ള് രാത്രി എങ്ങോട്ട് വെക്ക? ശരിക്കും ഇരിക്കുന്ന പോലെ തോന്നണല്ലേ? ചിലപ്പോ കാണൂടെ എവിടെയെങ്കിലും ഒക്കെ ഉൾക്കാട്ടിലൊക്കെ. ഇതുണ്ട്. ഇതിനെ കൊറേ കണ്ടിട്ടുണ്ട്. ഇതുണ്ട്. വെയിലും ഡോൾഫിനുണ്ട്. വെയിലും വെയിലുണ്ട് അവിടെ. മാംഗ്രൂവ് ഫോറസ്റ്റ് അവിടെയാണുള്ളത്. ഫ്രാഗ്രൻസീസ് ഉണ്ട്. അതൊക്കെ ഉണ്ട്. നേച്ചർ ട്രീ പ്ലാന്റിങ് ആകുമ്പോ ആ ഡ്രസ്സ് രാജാവിൻ്റെ വെച്ചേക്കണ നല്ല രസമുണ്ട് കേട്ടോ അവിടെ. അവരെന്തേടി ഇത് എത്ര ജോഡിയാണിത്. എൻ്റെ അമ്മ, സൂപ്പറല്ലേ? സൂപ്പർ. ഇത് അന്ന് ഇത് വന്നിട്ട് ഇവിടെ വെള്ളം കയറിയത് അന്ന് നമ്മളൊക്കെ വന്നേക്ക് മുന്നേ ഇത്. എന്തുവാണ് നമ്മുടെ മക്ഡൊണാൾഡ്സിൻ്റെ അവിടെയൊക്കെ കയറി എല്ലാം നശിച്ചു. ഇത് എന്ത് രസമാണ് കാണാൻ. ഇവിടെ പണ്ടിങ്ങനെ ഒരു വെള്ളപ്പൊക്കം ഉണ്ടായി. വെള്ളപ്പൊക്കം മഴ പെയ്തിട്ട് ഭയങ്കരമായിട്ട് അന്നേരം സംഭവിച്ച കാര്യങ്ങളാണ് ഇതൊക്കെ കാണിക്കുന്നത്. ഒത്തിരി പേര് മരിക്കുകയും ഒത്തിരി ബുദ്ധിമുട്ട് ഇവിടുത്തെ ആൾക്കാർക്ക് ഉണ്ടാവുകയും ചെയ്തു ആ സമയത്ത്.
നിസ്വേലാണ്. അപ്പം ഞങ്ങൾ സ്റ്റേ ചെയ്യാൻ പോകുന്ന ഹോട്ടലാണിത്. അയ്യോ അമ്മേ, ആകെ ടയർഡായി. എവിടെയെങ്കിലും ഒന്ന് കിടന്നാൽ മതി അല്ലേ? എവിടെയെങ്കിലും ഒന്ന് കിടന്നാൽ മതിയെന്ന്. ഇങ്ങോട്ടാ പൊന്നാ, ഞണ്ട് പോലെ അല്ലേ? ഓ ഇമ്മു ദേ ഇങ്ങോട്ട് നോക്കി, ഇമ്മു പോയിരിക്കുന്നുണ്ടോ? എന്ത് പറ്റി? ഇവിടെ വാ ഇമ്മോ. ഏത് ഫ്ലോറാ? ബാഡി 4 ഞെക്ക. 4 പോയി ഞെക്ക. 4 യെസ്. നല്ലോണം പ്രസ് ചെയ്യേ. നമ്മള് പോണ നമ്മ റൂം എടുത്ത് ഇതൊരു അപ്പാർട്ട്മെന്റ് സെറ്റപ്പാ. ഓ മൈ ഗോഡ്. ആ ഇതിങ്ങനെ തുറന്ന് കിടക്കുവാ. അങ്ങനെയായിരുന്നു ഞാൻ വീട്ടിൽ നിന്നല്ല. അതേ ടബുണ്ട് രക്ഷപ്പെട്ടിട്ട് അതിനകത്തോട്ട് കിടത്താം. ഇതൊക്കെ നേരത്തെ 2 ബെഡ്റൂം, 2 ബെഡ്റൂമോ ബെഡ്റൂമോ? 2 ബെഡ്റൂം ഉള്ളൂ. ഒരു സാധനം നല്ല സ്മെല്ല് എല്ലാം ഉണ്ട്. പാത്രങ്ങളും നല്ല മണം. ജക്കൂസി അല്ല ഇമ്മുനെ പൊന്നനെ ഇത് നിറച്ചിട്ട് എന്നിട്ട് കയറ്റി കിടത്ത്. കണ്ടോടാ സ്വിമ്മിംഗ് പൂള് കണ്ടോ? നല്ല റൂം. നൈസ്. അയ്യോ ഈ ഹൗസൊന്നും അവർ തരില്ല പൊന്ന. ഇതൊരു അപ്പാർട്ട്മെൻറ്റ്സ് ആണ്. നമ്മളിവിടെ 1 ഡേ സ്റ്റേ ചെയ്യും. നാളെ മോർണിംഗ് നമ്മൾ തിരിച്ചു പോകും. അത് കയറാൻ പറ്റത്തില്ലേ? പോയിട്ട് ഇങ്ങനെ റൗണ്ട് അടിച്ചിട്ട് വരും. അതിന് ദേഷ്യമാണ്, പേടിയാവുന്നു എനിക്ക്. മുറുക്ക പിടിച്ചിരിക്കും മോനെ. ഇമ്മൂസ് അങ്ങനെ കുതിരപ്പുറത്ത്. ഇത് എന്നാള് ക്യാമലിന്റെ പുറത്ത് കയറിയില്ലേ മുക്കുട്ടാ? അല്ല ക്യാമലിന്റെ അല്ല, അന്നും കുതിരപ്പുറത്താണോ കയറിയേ? ഹാപ്പി ആയിട്ട് ചിരിച്ചൊക്കെ ഇരിക്കുക. തായ്ത്ത അവിടെ തന്നെ നിൽക്കുന്നു. അങ്ങനെ ഇന്നത്തെ കറക്കം എല്ലാം കഴിഞ്ഞു. ഞങ്ങൾ തിരിച്ച് വന്നു. നിസ്വയിലുള്ള സൂക്കി പോയി. പക്ഷേ ഒത്തിരി വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, ഭയങ്കര റഷായിരുന്നു. പിന്നെ പിള്ളേരെയും കൊണ്ടല്ലേ പോയത്. ഒരാൾ ഉറങ്ങി, ഒരാൾ ഉറങ്ങാറായി, അങ്ങനെയൊക്കെ ആയിരുന്നു.
ഞങ്ങൾ പിന്നെ വെളിയിൽ നിന്ന് ഫുഡൊക്കെ മേടിച്ചു വന്ന് ഫുഡൊക്കെ കഴിച്ചു. പാണ്ട് ഞങ്ങൾ കിടക്കുക, ഒന്ന് ഉറങ്ങിയാൽ മതിയെന്നേ. ഇനി ബാക്കി വീഡിയോ നാളെ അടുത്ത ഇതായിട്ട്, ഇനി നാളെ കുറച്ച് സ്ഥലത്ത് പോകുന്നുണ്ട്, വീഡിയോ നാളെ ഇടാം. ഓക്കെ, ഗുഡ് നൈറ്റ്. ഇമ്മു സേ ഗുഡ് നൈറ്റ്. ഇമ്മു ഗുഡ് നൈറ്റ് പറയാമോ? Good night. ഓക്കെ, ബൈ.